ആലപ്പുഴ കരുവാറ്റയിലെ വയോധികന്റെ കൊലപാതകം അടുത്ത ബന്ധുവായ 13-കാരിയും ആൺ സുഹൃത്തും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതെന്ന് പോലീസ്. പെൺകുട്ടിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമെന്നും പ്രധാന ലക്ഷ്യം കവർച്ച തന്നെയാണെന്നും ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കി. കൊലപാതകം നടന്ന വീട്ടിൽ മുളകുപൊടി വിതറിയത് സിനിമയിൽ നിന്ന് ലഭിച്ച പ്രചോദനത്തിൽ നിന്നെന്നും പോലീസ് പറയുന്നു. ബന്ധുവായ 13-കാരിയടക്കം കേസിലെ 4 പ്രതികളും പ്രായപൂർത്തിയാകാത്തവരാണ്. കരുവറ്റയിൽ വാടകയ്ക്ക് താമസിച്ച കൊല്ലം പരവൂർ സ്വദേശി ശിവൻകുട്ടിയെ തിങ്കളാഴ്ച രാവിലെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശിവൻകുട്ടിയെ ശനിയാഴ്ച വൈകിട്ട് അയൽവാസികൾ വീടിന് പുറത്ത് കണ്ടിരുന്നതായി പോലീസിന് മൊഴി ലഭിച്ചിരുന്നു. അന്നു രാത്രി തന്നെയാണ് കൊലപാതകം നടന്നതെന്നാണ് പോലീസ് നിഗമനം. ഫോൺ രേഖകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ കുടുങ്ങിയത്. പെൺകുട്ടിക്ക് ഐഫോണും പ്രതികൾക്ക് ബൈക്കും വാങ്ങാനായിരുന്നു ഈ അരുങ്കൊല. ഇൻസ്റ്റാഗ്രാം വഴിയാണ് മറ്റു പ്രതികളെ പെൺകുട്ടി പരിചയപ്പെട്ടത്. സ്വർണവും പൈസയും അപഹരിക്കാന്നുള്ളൊരു പ്ലാനോട് കൂടിയാണ് ഈ സുഹൃത്തുക്കളുമായിട്ട് ഈ ബോയ് ഫ്രണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുന്നത്. അതുകൂടാതെ ഈ പെൺകുട്ടി ഇദ്ദേഹം ബാഡ് ടച്ച് ചെയ്തിട്ടൊക്കെ ഇയാളോട് പറഞ്ഞിട്ട് ഒരു റിവെഞ്ചിന്റെ ഒരു ആംഗിൾ കൂടി ഇതിൽ വരുന്നുണ്ട്. പക്ഷെ മെയിനായിട്ടുള്ളൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ പൈസയും സ്വർണവും അപഹരിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ അവർ 15-ാം തീയതി വൈകിട്ട് ഇവിടെ വീട്ടിലെത്തുകയും തുടർന്ന് വീടിനുള്ളിലോട്ട് അവിടെ പിറകിലൊരു വെന്റിലേഷന്റെ സ്പേസ് ഉണ്ട്, അതിൽ കൂടെയാണ് അകത്തോട്ട് കയറുന്നതും പിന്നെ അവിടെ ഒരു സ്കഫിൾ ഉണ്ടാകുകയും ഇയാളെ അവിടെ വെച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്നത്. കൈകളും കാലും പിന്നിലേക്ക് വലിച്ചു കെട്ടി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കണ്ടെത്തൽ. സമീപത്ത് മുളകുപൊടി വിതറിയിരുന്നു. വീട്ടിലെ കിടക്കവിരികളും മറ്റും ഉപയോഗിച്ചാണ് കൈകാലുകൾ കൂട്ടിക്കെട്ടിയിരുന്നത്. കിടപ്പുമുറിയിലെ അലമാര പൊളിച്ചിട്ടിരുന്നു. മകളുടെ പ്രസവത്തിനായി ശിവൻകുട്ടിയുടെ ഭാര്യയും മകളും ആശുപത്രിയിലായിരുന്ന അവസരം പ്രതികൾ കൃത്യത്തിനായി തെരഞ്ഞെടുക്കുകയായിരുന്നു. പ്രതികൾ പ്രായപൂർത്തിയായിട്ടില്ലാത്തതിനാൽ ജുവനൈൽ കോടതിയിൽ ഇവരെ ഹാജരാക്കും. തെളിവെടുപ്പടക്കമുള്ള നടപടികൾ അതീവ രഹസ്യമായി പോലീസ് പൂർത്തിയാക്കി. ജനം, ആലപ്പുഴ.